കൊറോണ ഇല്ലാത്ത നാട്ടിലേക്ക് സ്വാഗതം. യെസ്, നമ്മളിപ്പോൾ ഒരു 10 വർഷം പുറകിലേക്ക് പോയിരിക്കുകയാണ്. എൻ്റെ അമ്മ, അതെ, ഈ തിരക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കൊറോണ ഇല്ലേ എന്ന് നമ്മൾ തോന്നിപ്പോവും. അപ്പോൾ എന്തായാലും ഡിസ്കവർ ബംഗാൾ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വാട്ട് ഇസ് ദ നെയിം? ബലൂൺ ഗല്ലി, റൈറ്റ്? ദിസ് ഇസ് ദ ബലൂൺ ഗല്ലി. യെസ്, ബലൂൺ ഗല്ലി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ ആക്ച്വലി കൊൽക്കത്തയിലെ ബഡ മാർക്കറ്റ് ഏരിയ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ബലൂൺ ഗല്ലി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡെക്കറേറ്റീവ് സാധനങ്ങൾ മാത്രം കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നോക്കൂ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ മാത്രമാണ് കിട്ടുന്നത്. കണ്ടില്ലേ, ഈ ഒരു ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലവും ഓരോ സാധനങ്ങൾക്ക് പ്രസിദ്ധമാണ്, അല്ലെ, പ്രശസ്തമാണ്. ഇപ്പോൾ ഒരു ഏരിയ പോയി കഴിഞ്ഞാൽ ആ സാധനങ്ങൾ മാത്രമേ കിട്ടുള്ളൂ, വേറെ ഏരിയ പോയി കഴിഞ്ഞാൽ ആ സാധനം മാത്രമേ കിട്ടുള്ളൂ. അത്തരത്തിലാണ് മിക്ക സ്ഥലങ്ങളും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇത്തരത്തിൽ പലതരത്തിലുള്ള ഡെക്കറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ മെജോറിറ്റി എല്ലാം ഹോൾസെയിലാണ് മിക്കതും. റീറ്റെയിൽ ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും ഹോൾസെയിൽ സാധനങ്ങളാണ് കൂടുതലും ഇവിടെയൊക്കെ വിൽക്കുന്നത്. കണ്ടോ, ഹാപ്പി ബർത്ത്ഡേ. ഇതെന്താ ഇത്? അയ്യോ, അതിനിടയ്ക്കൂടെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ആൾക്കാർ. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് മിസ്റ്റർ സോഹം. ഹീസ് ഫ്രം കൽക്കട്ട ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ ഇത്തരത്തിലുള്ള കൽക്കട്ടയിലെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ സഹായിക്കുന്ന ഒരു ടൂർ കമ്പനി നടത്തുന്ന ഒരു ആളാണ്. അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണ്. ബേസിക്കലി യു ആർ എൻ എഞ്ചിനീയർ, കെമിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പോൾ കെമിക്കൽ എഞ്ചിനീയർ ടേൺഡ് ടു എ ട്രാവലർ ആൻഡ് ടൂർ കമ്പനി ഓപ്പറേറ്റർ ബൈ പാഷൻ, അല്ലേ? അങ്ങനെയാണ് സംഭവം. അപ്പോൾ അദ്ദേഹത്തിനൊപ്പമാണ് ഞാനിവിടെ കറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൊൽക്കട്ടയോ ഈ പരിസരമോ എവിടെയെങ്കിലും വന്ന് കാണണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കോൺടാക്ട് ഹിം. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പം കൊൽക്കട്ട എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പല സ്ഥലങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് ആ ഒരു മാർക്കറ്റിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ what all places we are going to cover now after this? So after this we are going to go through the Balloon Gully obviously, and then we're going to walk out of the market area because transport is not the best option here. Okay. So after walking out of this area, we're going to go to the Bengali academic area, which we call as College Street. And we have to have some food too. Absolutely. We used to conduct food tours also, right? Absolutely. I have a food tour which I conduct in the evenings. It takes you to the oldest alleyways, the narrowest and beautiful alleyways of Calcutta, of old Calcutta, connected with century-old food stalls or eateries. So it's about food, it's about history, culture and stories. Okay. So yeah, right now because of the COVID situation, sometimes it's on or off, but let's see. Yeah. ഇവിടെ ആൾക്കാരെ തട്ടിമുട്ടി നടക്കാൻ വയ്യ, അതുപോലെ തിരക്കാണ്. കണ്ടില്ലേ, നോക്ക്. അയ്യോ, കോവിഡ് സമയമാണ്, ലോക്ക്ഡൗൺ ആണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇവിടുത്തെ ലോക്ക്ഡൗൺ ഇങ്ങനെയാണ്, കണ്ടില്ലേ? നമ്മുടെ നാട്ടിൽ ഇതൊക്കെ തന്നെ അവസ്ഥ, ഇന്ത്യ മുഴുവൻ ഇതവസ്ഥ. ലോക്ക്ഡൗൺ ഒക്കെ നമുക്ക് ശരിക്കും പേര് മാത്രമേ ഉള്ളൂ, വിത്ത് സം റെസ്ട്രിക്ഷൻസ്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെയാണ്, കണ്ടില്ലേ? ഈ തിരക്കേറിയ നഗരത്തിലെ റോഡ് കണ്ടോ, നല്ല വീതിയുള്ള റോഡാണ്. ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട് ഇതിലെവിടെയൊക്കെയാണ്. അപ്പുറവും ഇപ്പുറവും വലിയ വലിയ കെട്ടിടങ്ങൾ, അത് പുതിയതും പഴയതുമായ കെട്ടിടങ്ങൾ, എല്ലാം ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന കെട്ടിടങ്ങൾ. ഫുള്ള് ഒരു സൈഡാണ് മൊത്തം മാർക്കറ്റ്. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു എന്താ പറയുക, പ്രത്യേക തരത്തിലുള്ള കാഴ്ച കേട്ടോ കൊൽക്കട്ട നമുക്ക് സമ്മാനിക്കുന്നത്. കോളേജ് സ്ട്രീറ്റ്, കോളേജ് സ്ട്രീറ്റ്, College Street. I think we'll have to walk a little because these buses will go to the right, we have to go to the left. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ് കിട്ടില്ല. സോ വിൽ ടേക്ക് എ ക്യാബ്. ബസ്സുകളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് കളർഫുള്ളാണെന്ന് കഴിഞ്ഞാൽ ഒന്നിനൊരു ലുക്കൊന്നുമില്ല, പക്ഷെ ഭയങ്കര കളർഫുള്ളാണ്. അയ്യോ, Autos in Calcutta run on only specific routes. So you can't hire them for going anywhere. So this auto will go only to Chialda. Bada Bazaar, yeah. Okay. College Street. कितना लेंगे? पूरी जगह एक जन. अच्छा चलिए, আর কাউকে মানে আর কতজন নেন আপনি? 4. So he takes 4 people. One person is 20 rupees. You want to get the entire auto, there will be other people coming and sitting there. Anything is fine, we'll go. It's nearby, right? It's nearby, not very far. We'll go. Take. അങ്ങനെ നമ്മൾ കൊൽക്കത്തയിലെ ആ തിരക്കേറിയ തെരുവിലൂടെ ഒരു അഡ്വഞ്ചറസ് ഓട്ടോ യാത്ര പോവുകയാണ് സുഹൃത്തുക്കളെ. Look at the way he's sitting. Because he wants to make space for someone. അത് ശരി. So I think 2 people will be sitting there. Yeah.
ഞാൻ സീറ്റ് മുമ്പിലത്തെ സീറ്റിലേക്ക് മാറ്റി. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടാണ് ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഇത് രസം കേട്ടോ അവിടുത്തെ സംഭവം. ഓട്ടോയിൽ ഇങ്ങനെ, ഇത് ആക്ച്വലി ഷെയർ ഓട്ടോ ആണ്. 4 പേരെ കൊണ്ടുപോകും. അല്ലെങ്കിൽ നമുക്ക് 2 പേർക്ക് മാത്രമായിട്ട് വിളിച്ചുകൊണ്ട് പോകാം. അതിനുവേണ്ടിയാണ് വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു സീറ്റ് ഇവർ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ടിൽ ഒരാൾക്കിരിക്കും, ബാക്കി 3 പേർക്ക് ഇരിക്കാം. അപ്പോൾ 4 പേരെ കൊണ്ടുപോകും. ഗുജറാത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ ഓട്ടോയിൽ 10 പേരൊക്കെ കയറി പോകുന്നത്. അവിടെ മറ്റേ വലിയ ഓട്ടോ ഉണ്ട്. ആ ഡീസൽ ഓട്ടോ ഇല്ല, ആ ഡീസൽ ഓട്ടോ മോഡിഫൈ ചെയ്തിട്ട് 10 പേരും 15 പേരൊക്കെ കൊണ്ടുപോകുന്ന ഓട്ടോകളുണ്ട്. അതൊക്കെ വലിയ കാര്യമല്ലേ. നാം ക്യാ ഹൈ? ഇമ്രാൻ. ഓ ഗ്രേറ്റ്. ഇത് പോകുന്നു ട്രാം. This is only one. This is air-conditioned tram, new one. Yeah, they have started an air-conditioned tram. ഓ കണ്ടോ, എയർ കണ്ടീഷൻഡ് ട്രാം. എനിക്ക് തോന്നുന്നു മേ ബി ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയായിരിക്കും. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മൾ പോകുന്ന റോഡിലൂടെ തന്നെയാണ് ആ ട്രാം പോകുന്നത്. അപ്പോൾ ആ ട്രാം ആക്ച്വലി പോയ സമയത്ത് വണ്ടികളൊക്കെ മാറിക്കൊടുക്കും. അവരിങ്ങനെ മണിയടിച്ചാണ് പോകുന്നത്. ഇത് ഇവിടുത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പരിസരം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ടീഷർട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മുടെ ഗൂസ്ബെറിയുടെ ടീഷർട്ടാണ്. ചെറിയ പൈസയേ ഉള്ളൂ ഗൂസ്ബെറിയുടെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാൻ. നിങ്ങൾക്ക് ടീഷർട്ട് മാത്രമല്ല, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉള്ള എല്ലാ തരത്തിലുള്ള ഡ്രസ്സ് ഓറയിലുണ്ട്. പാൻറ്റ്, ഷർട്ട്, ജീൻസ് അടിപൊളിയാണ് കേട്ടോ. ശരിക്കും നല്ല ബ്ലാക്ക് ജീൻസ് ഞാൻ വാങ്ങിച്ചായിരുന്നു, അടിപൊളിയാണ്. ഞാൻ അടുത്തത് കാണിക്കാം. പിന്നെ ബോക്സേഴ്സ് ഉണ്ട്, ഷർട്ടുകളുണ്ട്. മിതമായ നിരക്കിൽ അത്യാവശ്യം ആ ഒരു ക്വാളിറ്റിയിൽ തന്നെയുള്ള സാധനങ്ങളാണ്. നിങ്ങൾക്ക് അവരുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെയോ എന്നെ കോൺടാക്ട് ചെയ്യാം. നല്ല അടിപൊളി പ്രോഡക്റ്റ്സ് തന്നെയാണ്. തീർച്ചയായും ട്രൈ ചെയ്യുക. ടെക് ട്രാവലിൻ്റെ ഒരു സ്പെഷ്യൽ കൂപ്പൺ കോഡ് ഉണ്ട്. ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. നമ്മുടെ ഇമ്രാൻ മതസ്നേഹത്തിൻ്റെ ആളാണ്. യു ഹാവ് ഓൾ ദീസ് ഗോഡ്സ് ഹിയർ. അപ്രിഷിയേറ്റ് യു. താങ്ക് യു. ചേട്ടനൊക്കെ എല്ലായിടത്തും കുത്തിക്കേറ്റലിൻ്റെ ആശന്മാരാണ് എല്ലാവരും കേട്ടോ. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒരു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബുക്ക് വിൽക്കുന്ന സ്ഥലം, ബുക്ക് സ്ട്രീറ്റ്. ആ സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ കോളേജുകളുണ്ട്. ആ കോളേജുകളുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് ആ സ്ഥലം. അത് നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഈ ഒരു ഓട്ടോ സ്റ്റാൻഡ് വരെയാണ് നമ്മൾ എത്തിയത്. അപ്പോൾ താങ്ക് യു ഇമ്രാൻ. ഓക്കെ, ശുക്രിയ. ബൈ. ഇമ്രാൻ്റെ ഓട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇമ്രാൻ്റെ ഓട്ടോയിൽ എല്ലാ ദൈവങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോളേജ് സ്ട്രീറ്റിലാണ്. കോളേജ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ കോളേജസ് ഉണ്ട്. അത് മാത്രമല്ല ഇവിടെ നമുക്ക് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നമുക്ക് ഇത്തരത്തിലുള്ള ബുക്ക് സ്റ്റാളുകളാണ് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഫുൾ ബുക്ക് സ്റ്റാളുകൾ. ഇവിടെ പുതിയതും പഴയതുമായിട്ടുള്ള ബുക്കുകളാണ് ഇവരെല്ലാം വിൽക്കുന്നത്. കണ്ട് ഇവരെല്ലാം പുസ്തകങ്ങൾ വിൽക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ്. എല്ലാ ടൈപ്പ് ബുക്കുകളും കിട്ടും. ഐ തിങ്ക് യു ഗെറ്റ് ബുക്സ് ഫോർ സ്കൂൾ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ടു കോളേജ് സ്റ്റുഡൻസ്. MBBSന്റെ MDയുടെ ബുക്ക് വരെ ഇവിടെ കിട്ടുമെന്നാണ് പറയുന്നത്. There's this saying in Bengali that if you can't find a book in College Street, it probably doesn't exist. That's true. Even now there is one street like this in Bangalore. I have been Avenue Road പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. Avenue Road പക്ഷേ ഇത്ര ഇല്ല കേട്ടോ. ഇത് ഭയങ്കര കേട്ടോ. ഇത് ഈ റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും 2 സ്ഥലത്തും ഇങ്ങനെ ഒരു 2 കിലോമീറ്ററോളം ദൂരത്തിൽ നിൽക്കുന്ന പുസ്തകങ്ങളാണ്. ഓരോ കടകൾ നോക്കിക്കഴിഞ്ഞാലും എൻജിനീയറിങ്ങിൻ്റെയും മെഡിസിൻ്റെയും അങ്ങനെ എല്ലാ ടൈപ്പ് ഏത് ഡിഗ്രി വേണോ അതെല്ലാ സംഭവങ്ങളും ഈ ലോകത്തുള്ള എല്ലാ പുസ്തകങ്ങളും ഇവിടെ ലഭിക്കുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിവിടെ ഞാൻ കാണുന്നതിൽ മെജോറിറ്റി ബുക്കുകൾ പഴയ ബുക്കുകളാണ്. പിന്നെ അത് മാത്രമല്ല നോവൽസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. കേട്ടോ, ഇതൊക്കെ നോവലുകളുണ്ട്. പിന്നെ മെജോറിറ്റി ആ സെക്കൻഡ് ബുക്കുകളാണ് കൂടുതലും. പിന്നെ യു നോ വാട്ട് പീപ്പിൾ ഡു, ഇഫ് ഐ എം ഡൂയിങ് എഞ്ചിനീയറിംഗ്, we used to sell the first year book and we used to buy second year book. So we get discounts. Exactly. So this is similar to that. But the only thing is you have to pass in the first year subject. If you fail, then gone. You can't sell. But if you have a confidence that you will pass in all the subjects, you can sell the books. എത്ര ചെയ്തിരിക്കുന്നു ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. I've done a lot of things like this. First copies like Charles Dickens and all first edition books. Okay. And a lot of these Manorama yearbook. Okay. Yeah, so a lot of these books are very old. So you can find some really interesting 200-100-year-old books. Okay, so this is a college? Yes, this is a very interesting place. This was the first college set up by the British and the Indian government. What is the name of this? Right now it is known as the Presidency University. Okay, it's a university. Yeah, originally it started as the Hindu College. Okay. Later on, after the independence, they renamed it as which is the main university in Kolkata? There are lots. Mainly it's Calcutta University and Presidency University. Okay. It's still a very prestigious university. Okay. And if you see on that, Subhash Chandra Bose, he studied here.
Oh, okay. For some years, until he did something for his Indian students, he got expelled out of this college. So actually Kolkata is very famous for famous writers, scholars and all, right? Yes, very much. Very genius people, I guess. All of Bengali them. people are very genius, I guess, right? All of them, yeah, Huh? yeah. All of them from here. They've come up from here. Okay, name up some famous personalities of Kolkata. I mean West Bengal. So, well, starting off with Subhash Bose, who studied in this college. Then you have J.C. Bose, many scientists, chemists like Acharya Prafulla Chandra. Okay. Then there are writers like Satyajit Ray, Okay. Yeah. Rabindranath Tagore, Yeah. and all of these. They have all roamed in these areas. There are a lot studying. of poets as well, right? Oh, very much, very much. Rabindranath Tagore is the first Asian Nobel laureate. Okay. So his book Gitanjali, it's a set of poems which he translated himself. That got him the Nobel Prize. Okay. But apart from that, he's got lots of poems, lots of songs, lots of novels as well. നമ്മൾ ഈ ബംഗാളി എന്ന് പറഞ്ഞ കളിയാക്കാൻ മാത്രമല്ല നമ്മൾ അറിയുള്ളൂ, പക്ഷേ ബംഗാളിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ബംഗാളികളുടെ മഹത്വം മനസ്സിലാവുന്നത്. ശരിക്കും ഞാനിപ്പോൾ ഇത്രയും ഒരു ഫുൾ ഡേ 2 ദിവസമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുകയാണ്. എനിക്കിവിടെ ഇതുവരെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ലൈക്ക് ഐ ആം ഹാപ്പി വിത്ത് ദ പീപ്പിൾ ആർ വെൽക്കമിങ് ആൻഡ് എസ്പെഷ്യലി ദ Soham is with me, so I'm very much comfortable here. Like I have no problem with any language. Like people do speak Hindi as well. Yes, right? yes, they speak Hindi. They speak Hindi as well. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. So it's always good to take somebody like Soham if you are going to a city like this, because those people, they know the pulse of the city and where to go, what to see and what all things to do, and the local experience what we are gonna get. Even now നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. We have a lot of things to experience in Kolkata. So this is the Presidency University Kolkata. കണ്ടില്ലേ നോക്കൂ. Nice building, right? 1817, yeah. So it's an old building, right? It's established in 1817, so that's when they built this building. Oh my god. So actually the British people, they have done a lot of things to the state, no? Even for the country. Yeah. ട്രാമുകളുടെ ആ ഒരു റെയിൽവേ ലൈൻ നമുക്ക് ഇപ്പോഴും ഇവിടെ കാണാം. മുകളിൽ ഇതേ ഇലക്ട്രിക് കമ്പി ഉണ്ട്. ആ ഇലക്ട്രിക് കമ്പി ഉപയോഗിച്ചിട്ടാണ് ഈ ട്രാമുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. 1900, it started becoming electric cars. So before that, Horses. horses. Yeah. Oh, okay. That's interesting. That's a new information for me. Yes. Okay. ഈ ഇവിടെ മെയിൻ റോഡിൽ മാത്രമല്ല, അകത്തോട്ടും എല്ലാം പോകുന്ന ഗല്ലികളിൽ വരെ ഫുള്ള് ബുക്കുകളാണ്. അത് IAS പഠിക്കുന്ന ബുക്കുകൾ വരെ ഇവിടെ ആ കടയിൽ കിട്ടും എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ കുഞ്ഞി കുഞ്ഞു വാവകൾക്ക് വേണ്ടിയുള്ള ബുക്കുകൾ കണ്ടോ നോക്ക്. ഓ, എൻ്റെ ഋഷിക്കൂട്ടം വലുതാകുമ്പോഴത്തേക്കിന് ഇതുപോലത്തെ എത്ര ബുക്കുകൾ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാനുണ്ട്. ഇപ്പോൾ വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഒരു 2 വയസ്സ് 1 വയസ്സ് 2 വയസ്സൊക്കെ കഴിഞ്ഞാലല്ലേ ഇതൊക്കെ കിട്ടിയിട്ട് കാര്യമുള്ളൂ. നഴ്സറി റൈംസ് അത് ഇത്. അയ്യോ, This is an extended sort of common room for the people who study here in College Street. It's called College Street because it has got more than 5 to 7 colleges around here, universities around here. This coffee house has been around for ages. even we have Indian coffee houses in Yes, India. I mean yes. Kerala. Yeah. So it's part of their community as well. Okay. This has been the hub of aristocracy. Oh. From freedom fighters to poets to directors have all come here and had coffee and sat and have adda. What is adda and what they did here, we're going to go up and find out. Yeah, sure, definitely we'll go and find it out. അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിലേക്കാട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ കൊൽക്കത്തയിലെ നമ്മുടെ ഈ പുസ്തകങ്ങളുള്ള ആ ഒരു കോളേജ് സ്ട്രീറ്റിൻ്റെ അവിടെയുള്ള ഇന്ത്യൻ കോഫി ഹൗസിലേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ അമ്മോ, ഇതെന്താണിത്? വാട്ട് ഈസ് ദിസ് മാൻ? ക്രൈസി മീറ്റർ ബോക്സസ്, മെയിൻ സ്വിച്ചുകളൊക്കെ. അപ്പോൾ ഈ സ്റ്റെപ്പ് കാണുമ്പോൾ എനിക്ക് നമ്മുടെ തമ്പാനൂരിലെ KSRTC ബസ് സ്റ്റാൻഡിലെ ഇന്ത്യൻ കോഫി ഹൗസ് ഓർമ്മ വരുന്നത്. അതുപോലത്തെ വളഞ്ഞ സ്റ്റെപ്പാണ്. ആഹാ, കൊള്ളാലോ. എന്താണിത്? പോസ്റ്ററുകളുടെ കൂമ്പാരം തകർത്തു. ഓ, ഇവിടെയാണ് കേട്ടോ ഇന്ത്യൻ കോഫി ഹൗസ്. എൻ്റെ അമ്മോ, ഇത് ഭയങ്കര വലുതാണല്ലോ. ഓ, I'll give you an upside view. തകർത്തു. നമ്മുടെ കേരളത്തിലെ ഇന്ത്യൻ കോഫി ഹൗസ്. ഓ, അവിടുത്തെ കട്ട്ലറ്റ്, ഐ ജസ്റ്റ് ലവ് ദാറ്റ് കട്ട്ലറ്റ് ഫ്രം ഇന്ത്യൻ കോഫി ഹൗസ്. നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കാണ് പോകുന്നത്. മുകളിലേക്ക് ഇതിൻ്റെ വർക്കിംഗ് ടൈം പറയുന്നത് രാവിലെ 11 മണി മുതൽ രാത്രി 8 മണി വരെയാണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓ, ഇവിടെയുണ്ട്. ഓ, എൻ്റെ പൊന്നെ. അങ്ങനെ അതിപ്രശസ്തമായ ഇന്ത്യൻ കോഫി ഹൗസിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. How old is this? So this around after the independence of the country turned into a coffee house. Before that, this was a ballroom created by the British. Okay. It was known as Albert Hall. Okay. So it was constructed by the British to sort of have theatres and ballroom parties. Okay. But later on it moved on to the Coffee Association. They bought it, the Indian Coffee House Association. Great. And they slowly turned it into the coffee house that we know today. Even the uniform is same in Kerala, man. Yes, that's very special with their hats that they have. Yeah. And if you... കൊള്ളാല്ലേ.
സെയിം നമ്മുടെ കേരളത്തിൽ നമ്മൾ കാണുന്ന അതേ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ പാറ്റേണിൽ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ സംഭവം. കോഫി ബോർഡ്. ഈ സ്ഥലം എന്തായാലും പൊളിച്ചു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിത് ഇവിടെ ഇരിക്കാം. ഹോട്ട് കോഫി, একটা হট কফি দিও, একটা ইনফিউশন দিও, আর বাকি বল ছেড়ে থাক যদি কিছু খাই. ഇതൊക്കെ കേട്ടോ ഇവിടെയുള്ള സാധനങ്ങൾ. ഹോട്ട് കോഫി, കോൾഡ് കോഫി, സാൻഡ്വിച്ച്, ബോയിൽഡ് എഗ്, ഫ്രൈഡ് എഗ്, ബ്രെഡ് ബട്ടർ, പ്ലെയിൻ സൈസ്, ചിക്കൻ ഓംലെറ്റ്, ചിക്കൻ പക്കോട, ഫിഷ് ഫിംഗർ, ചിക്കൻ ചൗമീൻ, അങ്ങനെ പല പല സാധനങ്ങൾ ഇവിടെ ഉണ്ട്. വാട്ട് എക്സാക്ട്ലി ഈസ് ഫേമസ് ഹിയർ? So what is famous here is the unadulterated adda that you get here with friends, with fellow members of your society. You get to share ideas. Many famous writers and directors have all come here and made their script. Freedom fighters, everyone has all arranged here and had coffee. And I think you can share your ideas like this also, right? We can always share our ideas and names like this also. But I don't recommend that. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. It's not good actually. തൊപ്പി വെച്ച ചേട്ടൻ നമുക്ക് കോഫി കൊണ്ട് തന്നിരിക്കുകയാണ്. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ടായിരിക്കണം ഇതുപോലത്തെ കപ്പ്. They would have given the other clay pot, right? Not clay pot, they would have given like proper China bowls. White China bowls. ഈ സ്ഥലം ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളൊരു അരമണിക്കൂറോളം ഇവിടെ കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പല ഏജിലുള്ള ആൾക്കാരുണ്ട്. പ്രായമായിട്ടുള്ള ആൾക്കാർ മുതൽ സ്കൂൾ കുട്ടികൾ വരെ അല്ലെങ്കിൽ കോളേജ് കുട്ടികൾ വരെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. ഇവിടെ വരുന്ന മിക്ക ആൾക്കാരും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്. എല്ലാവരുടെയും ടേബിൾ നിങ്ങൾ നോക്കി കാണാൻ സാധിക്കും. ഒരു കാപ്പിയോ അല്ലെങ്കിൽ ഒരു ജ്യൂസോ എന്തെങ്കിലും മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. കാപ്പി മാത്രം കുടിച്ച് അരമണിക്കൂർ 1 മണിക്കൂർ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്. ശരിക്കും ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറഞ്ഞൊരു ആശയം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിലാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ചെറുപ്പകാലത്തെ ഒരു ചിത്രമാണ് അവിടെ വെച്ചിരിക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിൽ കുറേ നേരം ചരിത്രം ഉറങ്ങുന്ന അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള ഈ ബിൽഡിങ്ങിൽ കുറേ നേരം ഇരുന്ന് കാപ്പി കുടിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടുത്തെ ചുമരുകളിലൊക്കെ ഇഷ്ടംപോലെ പെയിൻറ്റിങ്ങുകൾ പഴയതാണ്. ഇതൊക്കെ റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പഴയ പെയിൻറ്റിങ്സ് കുറേ നമുക്ക് കാണാൻ സാധിക്കും പല സ്ഥലത്തായിട്ട്. എന്തായാലും കൊള്ളാം. ഇറ്റ്സ് ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഇവിടെ കൊൽക്കത്തയിൽ വരുന്നവർ ഈ ഇന്ത്യൻ കോഫി ഹൗസിൽ വന്ന് ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്യണം. ആൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദിസ് ഈസ് College Street. കോളേജ് സ്ട്രീറ്റിലുള്ള ഇന്ത്യൻ കോഫി ഹൗസ് ആണ് കേട്ടോ. എന്തായാലും ഇറ്റ്സ് വെരി ഗുഡ്, നൈസ്. കാപ്പി കുടിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളിവിടെ നടന്നു പോയപ്പോഴത്തേക്കിനും ഭയങ്കര മണം. ഇവിടെ ഒരു ചേട്ടൻ നിന്നൊരു സാധനം വറുത്തോണ്ടിരിക്കുകയാണ്. This is the one. He's making it into pakoda by frying it. There's chili pakodas also. ഒരു പ്ലേറ്റ് ദാൽ പക്കോട നമുക്ക് കഴിച്ചു നോക്കാം. കണ്ടില്ല, നോക്ക്. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ദാൽ പക്കോട ഉണ്ട്, പിന്നെ ചില്ലി പക്കോട ഉണ്ട്. കണ്ടില്ലേ? കൊള്ളാലോ, അടിപൊളി. ഇത്തരത്തിലുള്ള പ്ലേറ്റിലാണ് ഒരു കൊള്ളാലോ. There's a special thing that he gives with it. Look, he's going to give a chutney. ചട്നി ഓക്കെ. There's a green chili chutney. നമുക്കിത് കഴിച്ചു നോക്കാം. അങ്ങനെ 20 രൂപയാണ് കേട്ടോ ഇതിന്. നല്ല രസമല്ലേ കാണാനായിട്ട്? ആക്ച്വലി ഹോട്ട് ചൂടുണ്ട്. ഇത് ആ ഗ്രീൻ ചട്നിക്കകത്ത് മുക്കിയിട്ട്. It's nice. Chutney is really hot. I hope it's coming. What is this powder he has put it on this? So that's black salt. Black salt. We call it bit noon in Bengali. Okay. ഇത് കൊള്ളാട്ടോ ഭയ്യ. അച്ഛാ ബടിയ. Good. The chutney is the icing on the cake. It makes it different. പരിപ്പ് അരച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പരിപ്പോടെ ടേസ്റ്റ് ഒന്നുമില്ല. എൻ്റെ ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. സാധനം കൊള്ളാം. ഇതുപോലാണ് പുള്ളി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഓരോ ചെറിയ കഷ്ണമായിട്ട് നമ്മൾ ഈ പരിപ്പോട്ട് ഇടുന്നതൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. സെയിം പരിപ്പ് അരച്ചിട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പക്ഷേ പരിപ്പോടെ ഒരു ടേസ്റ്റും ഇല്ല. എൻ്റെ ഡിഫറെൻ്റാണ്. ഞങ്ങൾ ആ കഴിച്ച ചട്നിക്കകത്ത് പച്ച മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. പച്ചമുളകും പച്ച മാങ്ങയും കൂടി ഇട്ട് അരച്ച ഒരു ചട്നിയായിരുന്നു. അതായിരുന്നു അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നടന്നു പോകുന്നത് ഇവിടെ കോളേജ് സ്ക്വയർ എന്നാണ് ഈ കാണുന്ന സ്ഥലത്തിന് പേര്. സോ ദിസ് ഈസ് ദ ലാർജസ്റ്റ് സ്വിമ്മിംഗ് പൂൾ ഓഫ് കൽക്കട്ട. അപ്പം സോഹം പറയുന്നത് ഇത് ഇവിടുത്തെ ഒരു സ്വിമ്മിംഗ് പൂൾ ആണെന്നാണ്. ഇവിടെ ആളുകൾ നീന്താൻ വേണ്ടി വരുന്നൊരു സ്ഥലമാണെന്ന് പറയുന്നു. അപ്പോൾ അതിനു വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കോളേജ് സ്ക്വയർ എന്നാണ് പറയുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ ഒരു വലിയൊരു പോണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഇനിയിപ്പം കുറച്ച് ഭക്ഷണം വീണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ കാണുന്ന പുട്ടിറാം എന്ന് പറഞ്ഞൊരു കടയുണ്ട് കേട്ടോ. പുട്ടിറാം. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല പഴയ കടയാണെന്നുള്ളത്. കാരണം ആ ഒരു പഴമ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാൻ സാധിക്കുക, ബിൽഡിങ്ങിലും എല്ലാത്തിലും. അപ്പോൾ ഇവിടെ എന്തോ ഒരു ഫേമസ് ആയിട്ടുള്ള സംഭവം കിട്ടുമെന്ന് പറഞ്ഞു. വാട്ട് ഈസ് സ്പെഷ്യൽ ഹിയർ? So they have dal puri and chola dal. Okay. So they have kochuri and chola dal.
Okay. So that's kind of puri and sabzi, Okay. but Bengali style. We'll try that. ഇത് കണ്ടോ, ഇവിടുന്ന് സ്വീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മണ്ണും കൊണ്ടുണ്ടാക്കിയ അത്തരത്തിലുള്ള ആ ഒരു കുടത്തിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ കുറേ സ്വീറ്റ്സ് ഉണ്ട്. ഈ പുള്ളിക്ക് ബംഗാളി അറിയാവുന്നതുകൊണ്ട് സംഭവങ്ങൾ എളുപ്പമാണല്ല. ഇവിടെ കുറേ സ്വീറ്റ്സ് ഉണ്ട്. 10 രൂപ 10 രൂപ 15 രൂപ 15 രൂപ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കുറേ ടൈപ്പ് ബംഗാളി സ്വീറ്റ്സ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടോ, എന്ത് കളർഫുൾ ആണെന്ന് നോക്കിയത്. മധുരപ്രിയരായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ ബംഗാളിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങൾ കിട്ടും. കണ്ടോ നോക്ക്. വാട്ട് ഈസ് ദിസ്? Radha Pallavi. Radha Pallavi. Yeah, it's another format of puri. It's like a female name. Yeah, it's named after the goddess Radha, Krishna Radha. This is generally given as a bhog or a prasad to God. Okay. So Radha Pallavi and cholar dal. Okay. This is a dal. This is kind of a lentil. Okay. So it goes with this. So രാധാ പല്ലവി എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. രാധാ പല്ലവി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി പോലത്തെ ഒരു സാധനമാണ്. Is this sweet? No, It's not sweet. no. Okay, what is inside this? Dal. ദാൽ ഓൺലി. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഈ ദാലിനകത്ത് മുക്കിയിട്ട് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. It's kind of sweet only. Yeah, but mixed with a different kind of flavor. See, in Bengal, all kinds of food has a lot of sweetness in it. And Bengalis eat a lot of potato. Even നിങ്ങൾ ബിരിയാണി വാങ്ങിച്ചാൽ പോലും അതിനകത്ത് കിഴങ്ങുണ്ടാവും, പൊട്ടറ്റോ പീസ് ഉണ്ടാവും. Right. ദിസ് ഈസ് സംതിങ് ഒരു എരിവും പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയൊരു മതിരിപ്പൊക്കെ ഉള്ള ഒരു ഡിഷാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്ന മതിരിപ്പ് എന്ന് പറയുന്നത് ഇതിനകത്തിട്ടിരിക്കുന്ന സാധനത്തിനാണ്, അല്ലാതെ ദാൽ കറിക്കല്ല. ഗുഡ്. രാധാ പല്ലവി. നമ്മൾ ആ കഴിച്ച പൂരിക്ക് 30 രൂപയായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഇവിടെ ഒരു സ്കൂൾ കണ്ടോ, സിറ്റി കോളേജ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് സ്കൂളിലെ എൻട്രൻസ് കണ്ടോ. അതിന് മുമ്പിൽ തന്നെ വലിയൊരു ആൽമരമൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ഒരു സർബത്ത് കുടിക്കാൻ വേണ്ടി പോവാണ്. എന്തോ ഒരു സ്പെഷ്യാലിറ്റി സർബത്താണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനമാണോ അതോ വെറൈറ്റി ആണോ എങ്ങനെയാണെന്ന് നമുക്ക് പോയി നോക്കാം. ദിസ് പാരമൗണ്ട്. Yeah, Paramount. Since 1980, not last year even. ഓക്കെ. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന പാരമൗണ്ട് കോൾഡ് ഡ്രിങ്ക്സ് ആൻഡ് സിറപ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിലാണ് കേട്ടോ. 1918 മുതൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ബെസ്റ്റ് ഇൻ ദ ടൗൺ, നെക്സ്റ്റ് ടു നൺ. കോൾഡ് ഡ്രിങ്ക്സ് ആൻഡ് സിറപ്സ്. അപ്പോൾ അകത്ത് കയറി ഇരുന്ന് നമുക്ക് കുടിക്കാം. അകത്ത് പോയി നോക്കാം. ഇത് കൊള്ളാനുള്ള സാധനം. ഓ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഇത് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസും സംഭവങ്ങളൊക്കെയാണ് കണ്ടോ. ഫുൾ പഴയ കാലത്തെ ഓരോ സംഭവങ്ങൾ, ഫോട്ടോസ് അത് ഇതൊക്കെ ഉണ്ട്. ഈ അവൽസിൻ്റെ അകത്തിരിക്കാം. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇതാണ് ഇവിടുത്തെ മെനു കാർഡ് കണ്ട. പാഷൻ ഫ്രൂട്ട്സ്, കൊക്കോമലൈ, മാംഗോ മാനി, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് കാണാം. സോ വാട്ട് ഈസ് സ്പെഷ്യൽ ഹിയർ? The Dab Sharbat. The Dab Sharbat. What is that? So it's made out of Dab Sharbat. Bondo. एक बना दो ना. একটা হবে না നമ്മൾ ചോദിച്ചു വന്ന സാധനം ഇന്നിവിടെ ഇല്ല എന്ന് പറയുന്നു. സോ ദാറ്റ്സ് ഓവർ ഓർ ദാറ്റ് ദേ ആർ നോട്ട് ഡൂയിങ് ഇറ്റ്? No, they're not doing it because of the COVID. Oh my god. So what is next? So they have coco malai and all of that. সেগুলো আছে তো? Coco melon. Coco melon is Coco malai. There's a green mango which is quite refreshing. It's a syrup. ദൈവമേ, ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഈ നോട്ടൊക്കെ നിരോധിച്ചെന്നു. ഇതെന്താ ഇങ്ങനൊരു സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. 2000 രൂപ ഈസ് എമൗണ്ട് കണ്ടീഷണൽ. ചിലപ്പോൾ 80 രൂപയ്ക്ക് 2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കൊടുക്കണ്ടേ, അതുകൊണ്ടായിരിക്കും. ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത് മറ്റേ ഡബ് സർബത്ത്, റൈറ്റ്? ഡബ് സർബത്താണ്. പക്ഷേ അത് ആക്ച്വലി ടെൻഡർ കോക്കനട്ട് ഇട്ട് വരുന്ന സാധനമാണ്. അപ്പോൾ ഇപ്പോൾ കോവിഡിൻ്റെ സംഭവം ആയതുകൊണ്ട് ടെൻഡർ കോക്കനട്ട് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ അതില്ലാത്തതെന്ന് പറയുന്നത്. സോ അത് മിസ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ഗ്രീൻ മാംഗോ സർബത്ത് പറഞ്ഞിരിക്കുകയാണ്. ഗ്രീൻ മാംഗോ ഇതുണ്ടല്ലേ. ഗ്രീൻ മാംഗോ എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പുളിയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് വാട്ടർ ബേസ്ഡ് ആണ്. വാട്ടർ ബേസ്ഡും കിട്ടും, മിൽക്ക് ബേസ്ഡും കിട്ടും. നമുക്കിത് എങ്ങനെയുണ്ട് സാധനം ഒന്ന് ട്രൈ നോക്കാം. നമ്മൾ മറ്റേ പച്ചമാങ്ങയുടെ ഒരു മിഠായി ഇല്ലേ, കച്ചാ മാംഗോ മിഠായി, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കൊള്ളാം, വെറൈറ്റിയാ. ഇതിൻ്റെ മേളിൽ ഒരു പൊടി കണ്ടോ. ഈ പൊടി എന്ന് പറയുന്നത് ജൽജീരയാണ് കേട്ടോ. ജൽജീര ഇങ്ങനെ മേളിൽ ഐസൊക്കെ ഇട്ടിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു എസൻസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. നമ്മളിപ്പോൾ ആക്ച്വലി ഉള്ളതൊരു എന്താ പറയുക, വെഡ്ഡിങ് കാർഡ്സ് മാത്രം വിൽക്കുന്ന ഒരു സ്ട്രീറ്റിലാണ്. ആ സ്ട്രീറ്റിൽ നമുക്കിവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. വിച്ച് ഇസ് ദിസ് റെസ്റ്റോറൻറ്റ്? So this is a very famous and prestigious restaurant called, well, it's an old one, so it's called Dilkhush restaurant. Okay. It's sort of made out of like from the era where cabin restaurants used to be famous. Okay. So this is Dilkhush restaurant. Again, you get standardized food items and snacks all around here. So it's not very fancy. Okay. But it's got the old world charm.
ദിൽകുഷ ക്യാബിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അകത്തോട്ട് കയറുമ്പോഴത്തേക്കിനും കൊള്ളാലോ. ഇവിടെ എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആട്ടോ ഇവിടുത്തെ മെയിൻ സാധനങ്ങൾ എന്ന് പറയുന്നത്. പ്രോൺ ചൗമീൻ, വെജ് ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്, പിന്നെ അതല്ലാതെ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കിനും ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഫിഷ് കബിരാജി, ഫിഷ് ഫ്രൈ, അതിനകത്ത് 2 ഫിഷിൻ്റെ ഐറ്റമാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. പിന്നെ ചിക്കൻ കബിരാജി, ചിക്കൻ കട്ട്ലേറ്റ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ആഹാ, ഇത്ര പെട്ടെന്ന് വന്നോ? So fast? Yeah. Oh my god. So they have to just fry it. So what is this? This is kabiraji. Fish kabiraji. Fish kabiraji. This one? Fish fry. Fish fry. Yes. Oh, halalo. So this is a full fish or how it is? No, it's a fish fillet. Inside they take the fillet out of fish. They take the bones out, and it's like a boneless piece of fish. And how they have made it? Egg. They made an egg preparation on top. Okay. And wrapped it with that egg fry. Okay. So this is mustard sauce. Mustard sauce. We call it kashondi. So this is made of Fish fry again, but fish fillet inside. They put it in biscuit powder crumbs. Okay. And fry it. Okay. So what fish is this? Any idea? Generally, they will use either basa or bhetki. I don't know the English name of that, but അങ്ങനെ 2 പേരിലുള്ള മത്സ്യമാണ്. ഇത് കൊള്ളാനുള്ള സാധനം. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കഴിച്ചു നോക്കാം ഇത് എങ്ങനെയാണ്. ഇത് ഭയങ്കര ക്രിസ്പി ആണല്ലോ. ദിസ് ഈസ് മോർ ക്രിസ്പി മാൻ. സോ ദിസ് ഈസ് മെയ്ഡ് വിത്ത് എഗ് ആൻഡ് ഫിഷ് ഫില്ലറ്റ്, റൈറ്റ്? ഇത് എടുത്തിട്ട് കഴിച്ചു നോക്കാം. ഇത് കൊള്ളാലോ. ഇത് ഫിഷും എല്ലാം കൂടെ ചേർത്ത് ഇതൊരു പ്രത്യേക തരത്തിലുള്ള പ്രിപ്പറേഷൻ ആണ്. ഇത് ഈ മസ്റ്റാർഡ് സോസിൽ മുക്കി കഴിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. It's hot. You have to be careful with the mustard. It's going to be very like rich mustard. This is good. Yeah. I mean, it's not that salty or something. It's a kind of English style preparation, Yes, I guess. yes, Huh? very much. It's not that spicy and salty. No, no. And let me try this fish fry as well. This was developed keeping in mind the English Bengali crowd. Okay. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സംതിങ് ഡിഫറെൻറ്റ്. ഞാൻ ഇതുവരെ ഇതുപോലത്തെ ഫിഷ് കഴിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം. നോട്ട് ടു സ്പൈസി, അത്ര പുളിയോ എരിവോ ഒന്നുമില്ല. ഉപ്പും വളരെ കുറവാണ്. ഒരു ഡിഫറെൻറ്റ് സ്റ്റൈല്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരില്ല. ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ് ബംഗാളി സ്റ്റൈൽ. ഗുഡ് മാൻ. ആ ഫുഡ് കഴിച്ചിറങ്ങി. അത് രണ്ടിനും കൂടെ 190 രൂപയായിരുന്നു. അത് വലിയ എക്സ്പെൻസീവ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ എനിക്ക് ബേസിക്കലി ആ ഫുഡ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഒട്ടും എരിയും പുളിയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് എരിയും പുളിയുള്ള ഫുഡാണല്ലോ ഇഷ്ടം. പക്ഷേ അത് ഇവിടുത്തെ ടിപ്പിക്കൽ ബംഗാളി സ്റ്റൈലാണ്. അപ്പോൾ ഓരോ നാട്ടിൽ പോകുമ്പോഴും നമ്മൾ അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. അപ്പോൾ സോഹം ഈസ് ആക്ച്വലി ഗോയിങ് ഹോം. Anyway, thank you so much. It was a great day. Last 2 videos I was with you, and we'll be meeting Soham again for next video. That is tomorrow. And yeah, thank you so much. Most welcome. How far is your house? From here 6 kilometers. 6 kilometers. Okay, then see you tomorrow then. Yeah, thank bye you. Bye. Thank you so much. Bye bye guys. Yeah, bye. See you later. Yeah, see you. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സോഹത്തിനെ കോൺടാക്ട് ചെയ്യാം. ഒരു കിടില മനുഷ്യനാട്ടോ. നിങ്ങളെല്ലാ സംഭവങ്ങളും കൊണ്ട് കാണിച്ചു തരും. ഞാൻ ഇവിടെ നിന്ന് ഒരു മഞ്ഞ ടാക്സി പിടിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് അയാൾ 150 രൂപയാണ് എന്നോട് ചോദിച്ചത്. ഞാൻ അടുത്ത 2 കിലോമീറ്ററേ ഉള്ളൂ. ചോദിച്ചപ്പോൾ 120 രൂപയ്ക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ മഞ്ഞ ടാക്സിയിൽ നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക്. അങ്ങനെ നമ്മളിതാ നമ്മുടെ ഹോട്ടലിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ ബിൽഡിംഗ്. ഇന്നത്തെ കംപ്ലീറ്റ് കറക്കങ്ങൾ കഴിഞ്ഞിട്ട് ഞാനിതാ നമ്മുടെ ഹോട്ടലിലേക്ക് വന്ന് നടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. തൊട്ട് മുമ്പിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. അതായത് എന്താ പറയുക, കോപ്പി അല്ലാത്തതും എല്ലാ സംഭവങ്ങളും കിട്ടും. അപ്പോൾ ഈ ഹോട്ടലിലാണ് നമ്മൾ കൊൽക്കത്തയിൽ വന്നപ്പോൾ ഞാൻ താമസിക്കുന്നത്. മെയിൻ ന്യൂ മാർക്കറ്റ് ഏരിയയിലുള്ള ദ ഒബ്റോയ് ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഹോട്ടൽ. ഇവിടെ ഗംഭീര ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാർ ഉമ്മ വെച്ചൊക്കെ ഇരുന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നു. എനിക്ക് ഏതോ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോഷൂട്ട് സംഭവങ്ങളൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഈ ഒരു ഏരിയ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കിഡലിൻ്റെ ഏരിയ ആണത്. വലിയ സെറ്റപ്പ്. എങ്കിലും സിനിമ ഷൂട്ടിംഗ് വല്ലതും ആണോ, എന്തോ നടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ ഫൈനലി ഞാൻ റൂമിലെത്തിയിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, ഒരു ടയറിങ് ഡേ ആയിരുന്നു. ചൂടൊന്നും വെയിലൊന്നും ഇല്ല, പക്ഷേ നമ്മൾ ഭയങ്കരമായിട്ട് വേർക്കും. ഒട്ടും വെയിലില്ല, പക്ഷെ നമ്മൾ അടിപൊളിയായിട്ട് വേർക്കും. അതാണ് ആകെയുള്ള പ്രശ്നം. അപ്പോൾ റൂമിൽ വന്നപ്പോഴത്തേക്കിനും കണ്ടോ, റൂമെല്ലാം നല്ല
അടിപൊളിയായിട്ട് നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടോ. എല്ലാം ഫ്രഷായി, മിക്കവാറും ടവൽസ് ഒക്കെ മാറ്റി എല്ലാം പുത്തം വെച്ചിട്ടുണ്ടാവും. ഞാൻ തിരിച്ച് റൂമിൽ വന്നപ്പോഴത്തേക്കിനുമേ ഇവിടെ ഒരു നോട്ട് കണ്ടു. Dear Mr. Bhaktan, I hope you are having a pleasant stay with us. While servicing your room, I observed that you are carrying electronic gadgets with you. So I have taken the liberty of placing a nano cleaner in your room. Please let us know if you require anything, any further assistance എന്ന് പറഞ്ഞിട്ട് ഇബാൻ. ഓക്കെ, ഇബാൻ എന്ന് പറഞ്ഞ ആള്, ഹൗസ് കീപ്പിംഗിൽ നിന്നുള്ള ഇബാൻ എന്ന് പറഞ്ഞ ആളാണ് എനിക്കിത് ഇവിടെ വെച്ചിരിക്കുന്നത് തോന്നുന്നു. സോ ഇത് ദിസ് ഈസ് ആക്ച്വലി നൈസ് അല്ലേ. ഒരു നാനോ ക്ലീൻ എന്ന് പറഞ്ഞൊരു സാധനമാണ്, ഗാഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ക്ലീനർ. ഉള്ളല്ലോ സംഭവം. സി, ഞാൻ നിന്ന് വേർക്കുന്ന കണ്ടോ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കുളിക്കണം. കുളിച്ച് നല്ല ചൂട് വെള്ളത്തിൽ കുളിച്ച് ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം, എന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പം പണികൾ ബാക്കിയുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ എന്നാലും കൊൽക്കട്ടയിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ ഇനിയും നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺ ഫോർ കിഡ്ലൻ വീഡിയോസ്. നാളെ